Hello everyone, welcome back to our English class. So, ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന നമ്മുടെ സെക്കൻഡ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ദാറ്റ് ഈസ് ഡ്രീം റിയലൈസ്ഡ് റിട്ടൺ ബൈ മഹാദേവ് ദേശായി. അപ്പോൾ നമ്മുടെ എന്താ പറയുക രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി അദ്ദേഹം ഇംഗ്ലണ്ട് സന്ദർശിച്ച സമയത്തുണ്ടായ കുറച്ച് അനുഭവങ്ങളും അദ്ദേഹത്തിൻ്റെ കുറേ പ്രഭാഷണങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ പ്രഭാഷണത്തിലെ കുറേ ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് മഹാദേവ് ദേശായി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സെക്രട്ടറി എഴുതിയിട്ടുള്ള ഡ്രീം റിയലൈസ്ഡ് എന്ന പാഠഭാഗത്തിൽ സമ്മറിയിലേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്ക് നോക്കാം. During his visit to England, Gandhiji attended many meetings that were organized to honor him. French students held a reception welcoming him as the spiritual ambassador of India. So, എന്താണ് ഇവിടെ പറയുന്നത്, നമ്മുടെ ഈ സ്റ്റോറി അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണാം എന്താണ് അദ്ദേഹത്തിന് ഇംഗ്ലണ്ടിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു വിസിറ്റിൽ അദ്ദേഹത്തിനെ ആദരിക്കുന്ന ചടങ്ങിനുമായിട്ട് നടത്തിയിരിക്കുന്ന ഒരുപാട് മീറ്റിംഗ് നമ്മുടെ ഗാന്ധിജിക്ക് അറ്റൻഡ് ചെയ്യേണ്ടി വരുന്നു അല്ലേ. ഒരുപാട് സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യേണ്ടി വരുമ്പോൾ അവരോടൊക്കെ കുറേ കാര്യങ്ങൾ നമ്മുടെ മഹാത്മാഗാന്ധിക്ക് സംസാരിക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ ഫ്രഞ്ചിൽ അല്ലെങ്കിൽ നമ്മുടെ ഫ്രാൻസിലെ കുട്ടികൾ എന്താണ് അദ്ദേഹത്തെ ഒരു സ്പിരിച്വൽ അംബാസിഡർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അല്ലേ. സ്പിരിച്വൽ ആയിട്ട് കൺസിഡർ ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. എന്താണ്, അതായത് അവിടെയുള്ള ആളുകൾക്ക്, അതായത് യുദ്ധത്തിലൊക്കെ പെട്ട് അവശതയിൽ കിടക്കുന്ന അശനരായ ആൾക്കാർക്ക് ഒരു ഹീലിംഗ് ബാം പോലെ അല്ലെങ്കിൽ ഒരു വേദന സംഹാരി അവർക്കൊരു ആശ്വാസമായിരുന്നു നമ്മുടെ മഹാത്മാഗാന്ധിജി അല്ലേ. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ മഹാത്മാഗാന്ധിയെ അവരൊരു സ്പിരിച്വൽ അംബാസിഡർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഗാന്ധിജി അഡ്രസ് ദം ആസ് ഫ്രണ്ട്സ് ആൻഡ് ഫെലോ സ്റ്റുഡൻസ്, റീകോളിംഗ് ഹിസ് വിസിറ്റ് ടു ഫ്രാൻസ് ഇൻ 1819 ആൻഡ് എക്സ്പ്രസിംഗ് ഹിസ് ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ ദ വെൽക്കം. സോ അദ്ദേഹം ആ ഒരു ഇതിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു മെമ്മറി അദ്ദേഹം പറയുകയാണ്. അതായത് 1890s അദ്ദേഹം ഒരിക്കലും ഇവിടെ ഈ പറയുന്ന പാരീസ് സന്ദർശിച്ചിട്ടുണ്ട്. ആൻഡ് ഇറ്റ് വാസ് ഐ തിങ്ക് ഹി വാണ്ട് ടു സീ വൺ ഓഫ് ദി എക്സിബിഷൻ. ഓക്കെ, പാരീസിൽ ഒരു എക്സിബിഷൻ കണ്ടക്ട് ചെയ്തത് അത് കാണുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഗാന്ധിജി 1890s സന്ദർശിച്ചിട്ടുള്ളത്, പാരീസ് സന്ദർശിച്ചിട്ടുള്ളത്. അറ്റ് ദാറ്റ് ടൈം ഹി വാസ് എ സ്റ്റുഡൻറ്റ്. ഓക്കെ, സോ ഡ്യൂറിങ് ദാറ്റ് ടൈം മഹാത്മാ ഗാന്ധി വാസ് എ സ്റ്റുഡൻറ്റ്. സോ ഹി വാസ് റീകളക്റ്റിംഗ് ദാറ്റ് സ്വീറ്റ് മെമ്മറീസ്. ആൻഡ് പിന്നെ എന്താണ് ഇവർ കൊടുക്കുന്ന ആ ഒരു വെൽക്കമിങ് അല്ലെങ്കിൽ ആ ഒരു സ്വീകരണം, അദ്ദേഹത്തിൻ്റെ മിഷൻ എന്താണോ ആ മിഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു പ്രേരണ, ഒരു എൻകറേജ്മെൻറ്റ് കൂടിയായിട്ടാണ് അദ്ദേഹം കണക്കാക്കുന്നത്. സോ നമ്മുടെ ഗാന്ധിയെ സംബന്ധിച്ചിട്ട് ഗാന്ധിയുടെ മിഷൻ, വെരി ഡിഫിക്കൽട്ട് മിഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ എന്നുള്ളതാണ്. ഗാന്ധിജി emphasized non-violence, explaining it as a strength of the heart rather than muscles. Okay. He highlighted that the true bravery lies in entering adversaries' blows without retaliation. So, നമ്മുടെ ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ ഒരു സ്പീച്ചിൽ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യുന്നത് എന്താണ്, നോൺ വയലൻസിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ്. അപ്പോൾ നോൺ വയലൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് മസിൽ പവർ അല്ല, മറിച്ച് എന്താണ്, നല്ല ഒരു ഹൃദയം ഉള്ള ഒരു എന്താ പറയുക സ്ട്രെങ്ത് ആയിട്ടുള്ള ഒരു ഹാർട്ട് ഉള്ളതിനെയാണ് ഇവിടെ എന്തെന്ന് ഉദ്ദേശിക്കുന്നത്, നോൺ വയലൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ യഥാർത്ഥ ബ്രേവറി എന്ന് പറയുന്നത് അതായത് ഒരാളെ കൊല്ലുക എന്നുള്ളതോ അല്ലെങ്കിൽ മറ്റൊരാളാൽ കൊല്ലപ്പെടുക എന്നുള്ളതോ അല്ല ബ്രേവറി എന്ന് പറയുന്നത്. സോ ദ റിയൽ ഫോം ഓഫ് ബ്രേവറി എന്ന് പറയുന്നത് എന്താണ്, തൻ്റെ ഒപ്പോസ് ചെയ്യുന്ന അല്ലെങ്കിൽ തൻ്റെ ഒപ്പോണൻ്റ്, തൻ്റെ എതിരാളിയെ അല്ലെങ്കിൽ അയാൾ എന്ത് തന്നെ നമ്മളെ ഏൽപ്പിച്ചാലും ചെയ്താലും പറഞ്ഞാലും അവരോട് തിരിച്ച് പ്രതികാരത്തിന് ചെല്ലാതെ അവരോട് ക്ഷമിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ, ഇഫ് വി ഹാവ് സച്ച് എ സ്ട്രോങ്ങസ്റ്റ് heart in our body, that is a non-violent person. Okay, അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് എന്ത് പറയാം, അതൊരു നോൺ വയലന്റ് പേഴ്സൺ ആണെന്ന് പറയാം. ആൻഡ് ദാറ്റ് വാസ് ദ ആക്ച്വൽ ഫോം ഓഫ് ബ്രേവറി എന്ന് പറയുന്നത്. ഓക്കെ, ബ്രേവറിയുടെ യഥാർത്ഥ ഫോം എന്ന് പറയുന്നതും അത് തന്നെയാണ്. തൻ്റെ എതിരാളികളെ, തന്നെ ഒപ്പോസ് ചെയ്യാൻ വരുന്നവർ അവരെ എന്ത് തന്നെ കാണിച്ചാലും പറഞ്ഞാലും അവരെ തിരിച്ച് ഫൈറ്റ് ചെയ്യാതിരിക്കുക, തിരിച്ച് പ്രതികരിക്കാതെ മാറി അവരോട് ക്ഷമ കാണിക്കുക അല്ലെങ്കിൽ അവരോട് ക്ഷമിക്കാനുള്ള ഒരു മനസ്സുണ്ടാവുക എന്ന് പറയുന്നതാണ് യഥാർത്ഥ ബ്രേവറി എന്ന് പറയുന്നത്. ആൻഡ് ഗാന്ധിജി ലിങ്ക് ദ എഡ്യൂക്കേഷൻ വിത്ത് നോൺ വയലൻസ്, സ്റ്റേറ്റിംഗ് ദാറ്റ് ദ റിയൽ എഡ്യൂക്കേഷൻ ഡെവലപ്സ് ക്യാരക്ടർ ആൻഡ് ദാറ്റ് ഇന്റലക്ച്വൽ സിമ്പതി ഫ്രം ദ വേൾഡ് ഈസ് എസെൻഷ്യൽ ഫോർ the movement in India. സോ നമുക്കറിയാം റിയൽ എഡ്യൂക്കേഷൻ എന്താണ് എന്ന് നമ്മുടെ ഗാന്ധിജി നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട് അല്ലേ. ദ റിയൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ തലച്ചോറിൽ അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിൽ കുറേ നമ്പേഴ്സ് ഫീഡ് ചെയ്ത് വെക്കുന്നത്, കുറേ അക്ഷരങ്ങൾ പറഞ്ഞ് ഇതാക്കി തരുന്നത് അല്ലെങ്കിൽ കുറേ ബുക്കുകൾ വായിച്ച് എക്സാം പാസ് ചെയ്യുന്നത് ഒന്നുമല്ല യഥാർത്ഥ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു ഗാന്ധിജി റിയൽ എഡ്യൂക്കേഷൻ ഇസ് ദ ക്യാരക്ടർ ഫോർമേഷൻ അല്ലേ. നല്ല സ്വഭാവ രൂപീകരണം എന്താണോ അതാണ് യഥാർത്ഥ വിദ്യാഭ്യാസം. അതായത് കുറേ ഡിഗ്രി വാങ്ങിച്ചു കൂട്ടിയിട്ട് കുറേ സ്കൂൾ ലെവൽ എഡ്യൂക്കേഷനൊക്കെ നേടിയെടുത്തിട്ട് നമുക്ക് നല്ലൊരു ക്യാരക്ടർ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചതൊക്കെ എന്താണ്, വെറും യൂസ്ലെസ് ആണ്, പ്രോഫിറ്റ്ലെസ് എന്നാണ് അദ്ദേഹം പറയുന്നത് അല്ലേ. സോ ദ റിയൽ എഡ്യൂക്കേഷൻ ഈസ് ദ ക്യാരക്ടർ ഫോർമേഷൻ. യഥാർത്ഥ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ക്യാരക്ടർ ഫോർമേഷൻ എന്നാണ് നമ്മളോട് ഗാന്ധിജി പറഞ്ഞു തരുന്നത്.
Gandhi receives letters from across Britain and the continent welcoming him and supporting his mission. He met old friends and new acquaintances, including famous Charlie Chaplin, who was curious about Gandhi's view on missionary. Gandhi explained his stance on self-reliance and the importance of restoring employment to Indian peasants. So, Gandhiji, അതായത് യൂറോപ്യൻ കോണ്ടിനെന്റിൽ നിന്നും ഓൾ ഓവർ ദ വേൾഡ് ഹി റിസീവ്ഡ് ലോട്ട് ഓഫ് ലെറ്റേഴ്സ്. ഓക്കെ, ബൈ ആ ലെറ്റേഴ്സിലൊക്കെ അദ്ദേഹത്തിൻ്റെ ആ ഒരു മിഷൻ നോൺ വയലൻസ് അതിലെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള അതിലെ അദ്ദേഹത്തിന് കൂടുതൽ എൻകറേജ്മെൻറ്റ് ചെയ്തിട്ടുള്ള കുറേ ലെറ്റേഴ്സ് നമ്മുടെ ഗാന്ധി റിസീവ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പഴയ സ്കൂൾ ലെവലിലൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ച പല കൂട്ടുകാരും അദ്ദേഹവുമായിട്ടുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒന്നും കൂടി റിന്യൂ ചെയ്തെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ വളരെ ഫേമസ് ആയിട്ടുള്ള സെലിബ്രിറ്റീസും ആരെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു, നമ്മുടെ ഗാന്ധിയെ മീറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരാളായിരുന്നു നമ്മുടെ ചാർലി ചാപ്ലിൻ. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചിട്ട് എന്താണ്, നമ്മുടെ ചാർലി ചാപ്ലിൻ വളരെ കുറേ നാളായിട്ട് നമ്മുടെ ഗാന്ധിജിയുടെ സ്പിന്നിങ് വീലിനെ കുറിച്ചിട്ട് കേൾക്കുന്നുണ്ട്. ഓക്കെ, സോ ഹി വാണ്ടഡ് ടു മീറ്റ് ഗാന്ധിജി, ബട്ട് ഗാന്ധിജി ആക്ച്വലി ഹി വാസ് നോട്ട് നോയിങ് അബൌട്ട് ചാർലി ചാപ്ലിൻ. ആരാണ് എന്താണെന്നും ചാർലി ചാപ്ലിനെ കുറിച്ച് നമ്മുടെ മഹാത്മാ ഗാന്ധിജിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ അദ്ദേഹം ആരാണ് അല്ലെങ്കിൽ ചാപ്ലിൻ ആരാണ് എന്ന് മനസ്സിലാക്കുന്നു. നമ്മുടെ പാഠഭാഗത്ത് ചാർലി ചാപ്ലിൻ്റെ കറക്റ്റായിട്ട് ഒരു മെറിറ്റ്, ഒരു യോഗ്യത എന്താണെന്ന് പറഞ്ഞാൽ സാധാരണ ജനങ്ങൾക്ക് ഇതിനിടയിൽ വന്ന് അവർക്ക് വേണ്ടി ജീവിച്ച് അവരെ ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാരെ ചിരിപ്പിച്ച ഒരു വ്യക്തിയാണ് ചാർലി ചാപ്ലിൻ എന്ന് അറിയുമ്പോൾ മഹാത്മാഗാന്ധിയും അദ്ദേഹത്തെ മീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ആൻഡ് ദ വെരി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് ചാർലി ചാപ്ലിൻ ടു ഗാന്ധി വാസ് അബൌട്ട് ദാറ്റ് സ്പിന്നിങ് വീൽ. ഓക്കെ, മഹാത്മാഗാന്ധിയെ കാണുന്ന ചാർലി ചാപ്ലിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതും അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്പിന്നിങ് വീലിനെ കുറിച്ചിട്ടായിരുന്നു. ആൻഡ് ഗാന്ധിജി എക്സ്പ്ലെയിൻ ദാറ്റ് എവറിത്തിങ് ഇൻ ഡീറ്റെയിൽ. അപ്പോൾ ഗാന്ധിജി ചാർലി ചാപ്ലിൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്താണ് അതിനുള്ള കാരണം. ഇപ്പോൾ ഇന്ത്യയിൽ കഴിഞ്ഞ 6 മാസമായിട്ട് എന്താണ് അൺഎംപ്ലോയ്മെൻറ്റ്, എന്താ പറയുക, ഇന്ത്യയിൽ കർഷകർക്കിടയിൽ നിലനിൽക്കുന്ന ആ ഒരു അൺഎംപ്ലോയ്മെൻറ്റ്, അതായത് ബ്രിട്ടീഷുകാരെ ഇൻവെൻറ്റ് ചെയ്തിട്ടുള്ള മെഷീനറീസ് വന്നതോടുകൂടി ഇന്ത്യയിലെ പല കർഷകർക്കും അവരുടെ ജോലി നഷ്ടമാവുകയും അവരിങ്ങനെ ജോലിയില്ലാത്ത ഒരു അൺഎംപ്ലോയ്മെൻറ്റ് അവസ്ഥയിലേക്ക് മാറുകയും ചെയ്യുകയുണ്ടായി. അപ്പോൾ ഈ 6 മാസമായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊന്നും ഇല്ലാതായി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു റീസ്റ്റോർ ദാറ്റ് സ്പിന്നിങ് വീൽ. അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്പിന്നിങ് വീൽ, അതായത് കൈ ഉപയോഗിച്ചിട്ട് ആ നൂലുണ്ടാക്കുന്ന ആ ഒരു മെഷീൻ അല്ലേ, ആ ഒരു ഇത് കൊണ്ടുവന്ന സ്പിന്നിങ് വീൽ കൊണ്ടുവന്നാൽ മാത്രമേ കർഷകരുടെ ഈ ഒരു ബുദ്ധിമുട്ട് മാറുള്ളൂ എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ആൻഡ് ഹി ഓൾസോ നോ ദാറ്റ് ഓരോ രാജ്യവും, നമ്മൾ ഗാന്ധിജി പറയുന്നത് ഏത് രാജ്യമായിക്കോട്ടെ ആ രാജ്യം ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിലും വസ്ത്രത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും, ഇഫ് ഇറ്റ് ഇസ് എ ഫുഡ് ഓർ ക്ലോത്ത്സ് വി ഷുഡ് സെൽഫ് റിലയൻസ്, അല്ലെങ്കിൽ വി ഷുഡ് സെൽഫ് സഫിഷ്യൻറ്റ്, അതായത് നമ്മൾ എന്തായിരിക്കണം, സെൽഫ് സഫിഷ്യൻ്റ് ആയിരിക്കണം. ആ ഒരു കാര്യത്തിൽ നമ്മൾ സ്വയം അത് നിർമ്മിക്കാനുള്ള ഒരു യോഗ്യത അല്ലെങ്കിൽ ആ ഒരു കാര്യം നമ്മളിലുണ്ടായിരിക്കണം എന്ന് ഗാന്ധിജി എടുത്തു പറയുന്നുണ്ട്. Gandhi addresses various women's organizations, correcting misconceptions about Indian women and highlighting their crucial role in the freedom struggle. He described their bravery and resilience in participating in procession, defying law and enduring hardship. അതായത് അദ്ദേഹത്തിന് ഈ പറയുന്ന ഒരുപാട് മീറ്റിംഗ് കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ വുമൻസ് ഓർഗനൈസേഷൻസും അവരും ഈ ഗാന്ധിജിയുടെ നല്ല വാക്കുകൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് എന്താ പറയുക, ഒരു വുമൺ ഓർഗനൈസേഷനിൽ സംസാരിക്കാനുള്ള ഒരു ചാൻസ് ലഭിക്കുന്നു. ആ ഒരു അവസരത്തെ അല്ലെങ്കിൽ ആ ഒരു ഓപ്പർച്യൂണിറ്റിയെ ഇന്ത്യൻ വുമണിനെ കുറിച്ചിട്ട് അതുവരെ ഉണ്ടായിരുന്ന ആ ഒരു നോഷൻസ്, ഡിഫറെൻറ്റ് നോഷൻസ്, കൺസെപ്റ്റ് എന്താണോ അത് മാറ്റാനായിട്ടുള്ള ഒരു അവസരമായിട്ടാണ് ഗാന്ധിജി എടുത്തത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്പീച്ചിൽ ഇന്ത്യൻ വുമൺസിൻ്റെ ആ ഒരു ക്രൂഷ്യൽ റോൾ, ആ ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദാറ്റ് ഫ്രീഡം സ്ട്രഗിൾ, ആദ്യത്തെ ആ ഒരു ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് സ്ട്രഗിളിൽ അല്ലെങ്കിൽ ആ ഒരു സമരത്തിൽ നമ്മുടെ ഇന്ത്യൻ വുമൺ കാണിച്ചിട്ടുള്ള ആ ഒരു എന്താ പറയുക ക്രൂഷ്യൽ റോൾ അദ്ദേഹം എടുത്ത് പറഞ്ഞുകൊണ്ട് അതുവരെ ഇന്ത്യൻ വുമണിനെ കുറിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു നോഷൻസ് ഒക്കെ മാറ്റിയെടുക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. അപ്പോൾ നമുക്കറിയാം എന്താണ് ഫ്രീഡം സ്ട്രഗിളിൽ നമ്മുടെ ഇന്ത്യൻ സ്ത്രീകൾ, അതായത് അക്ഷരാഭ്യാസമില്ലാത്ത ഒരുപാട് സ്ത്രീകളാണ് ഈ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി തിരിച്ചത്. അവർ അത് എന്താ പറയുക ബ്രിട്ടീഷുകാർക്കെതിരെ ഉണ്ടായ മാർച്ചിൽ പങ്കെടുക്കുകയും അവരുടെ ലോ അനുസരിക്കാതിരിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ബ്രിട്ടീഷുകാർ അവരെ ലാത്തി ഉപയോഗിച്ച് തല്ലുമ്പോൾ തലയിൽ നിന്നും കയ്യിൽ നിന്നൊക്കെ ചോര വാർന്നൊലിക്കുമ്പോൾ പോലും അവർക്കെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാതെ തൻ്റെ കൂടെയുള്ള കമ്പാനിയൻസിനെ കൂടെ നിർത്തി അവർക്കെതിരെ അവസാന ശ്വാസം വരെ ഫൈറ്റ് ചെയ്ത എന്താ പറയുക വിദ്യാഭ്യാസമില്ലാത്ത ഒരുപാട് സ്ത്രീകൾ നമ്മുടെ ഇന്ത്യൻ ഈ ഒരു ഫ്രീഡം സ്ട്രഗിൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം അദ്ദേഹം ആ ഒരു അവസരത്തിൽ ഓപ്പൺ ചെയ്ത് പറയുകയാണ്.
Gandhi made it clear that he did not come to England to beg for independence but to continue the struggle for self-sacrifice until no British wanted to remain as a ruler in India. അപ്പോൾ അദ്ദേഹം ഈ പറയുന്ന എന്താ പറയുക ഇംഗ്ലണ്ടിലോട്ട് വന്നത് അദ്ദേഹത്തിന് സ്വാതന്ത്ര്യം യാചിച്ചെടുക്കാൻ വേണ്ടിയിട്ടല്ല. he came to England not for begging that freedom for India. അതായത് ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് യാചിച്ച് മേടിക്കാൻ വേണ്ടിയിട്ടല്ല, പകരം എന്താണ്, they will continue the self-sacrifice, അവരുടെ ആ ഒരു ത്യാഗം, ഓക്കെ, അവരുടെ ആ ഒരു ത്യാഗം അവർ തുടരുക തന്നെ ചെയ്യും എന്ന് വരെ അവസാനത്തെ ബ്രിട്ടീഷ് റൂളറും ഇന്ത്യയിലെ ഭരണം അവസാനിപ്പിച്ച്, അല്ലെങ്കിൽ ഒരു റൂളർ എന്ന നിലയിൽ നിലനിൽക്കാതെ അവസാനത്തെ ബ്രിട്ടീഷുകാരനും ഇന്ത്യ വിടുന്നത് വരെ ഗാന്ധിജി ആൻഡ് ഹിസ് ക്രൂ വിൽ കണ്ടിന്യൂ ദ സാക്രിഫൈസ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്, അല്ലേ. അറ്റ് ദ റൗണ്ട് ടേബിൾ കോൺഫറൻസ് ഹി സ്പോക്ക് അബൌട്ട് ദ വിഷൻ ഓഫ് ആൻ ഇൻഡിപെൻഡന്റ് ഇന്ത്യ ഫ്രീ ഫ്രം എക്സ്പ്ലോയിറ്റേഷൻ. അതുപോലെ തന്നെ പിന്നീട് നടക്കുന്ന ഒരു റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ, അതായത് ലോകത്തെ പല മഹത് വ്യക്തികളും പങ്കെടുക്കുന്ന ആ ഒരു റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ നമ്മുടെ മഹാത്മാഗാന്ധി അദ്ദേഹത്തിന്റെ സ്വപ്നമായ ഇൻഡിപെൻഡന്റ് ഇന്ത്യ, ചൂഷണത്തിൽ നിന്നും, എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ചൂഷണം അല്ലെ, ചൂഷണത്തിൽ നിന്നും ഫ്രീ ആയിട്ടുള്ള ഇൻഡിപെൻഡന്റ് ഇന്ത്യ എന്താണ് അദ്ദേഹത്തിന്റെ സ്വപ്നം എന്നുള്ളത് കറക്റ്റ് ആയിട്ട് ആ റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. Gandhiji, along with the other freedom fighters, eventually persuaded the British rulers to grant India its legitimate independence achieved through unwavering non-violence and non-cooperation. അങ്ങനെ നമ്മുടെ മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ ഒപ്പമുണ്ടായിരുന്ന മറ്റുള്ള ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ കൂടെ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ സഹായത്തോടു കൂടി ഇന്ത്യയുടെ ശ്രേഷ്ഠമായ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്, അദ്ദേഹത്തിൻ്റെ രണ്ട് വെപ്പൺസ് ആയ നോൺ വയലൻസ് ആൻഡ് നോൺ കോർപ്പറേഷൻ, ഈ രണ്ട് ആയുധങ്ങളാണ് അദ്ദേഹം ആ ഒരു സമരത്തിന്, അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചത്. ഈ രണ്ട് ആയുധങ്ങൾ ഉപയോഗിച്ച് അദ്ദേഹം അവസാനം നമ്മുടെ ശ്രേഷ്ഠമായ നമ്മുടെ സ്വാതന്ത്ര്യം ബ്രിട്ടീഷുകാരിൽ നിന്നും തൻ്റെ കൂടെയുള്ള മറ്റ് ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ കൂടെ നിന്നുകൊണ്ട് അദ്ദേഹം നമുക്ക് വാങ്ങിത്തരികയുണ്ടായി. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് അവർ ചാപ്റ്റർ ഡ്രീം റിയലൈസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നരേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫ്രീഡം സ്ട്രഗിളിൽ ഇന്ത്യൻ വുമൻസ് പാർട്ടിസിപ്പേറ്റ് ചെയ്ത കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലേ. അപ്പോൾ ഇമാജിൻ യു ആർ വൺ ഓഫ് ദ വുമൻ ഇൻ ദാറ്റ് ക്രൂ. നിങ്ങളാണ് ആ കൂട്ടത്തിൽ ഒരു സ്ത്രീ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു ഇൻസിഡൻറ്റ് ഫുള്ള് അതിൻ്റെ നരേഷൻ എഴുതാനായിട്ടൊരു ചോദ്യമുണ്ട്. അത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൂടാതെ ചാർലി ചാപ്ലിൻ ആഫ്റ്റർ ഹിസ് മീറ്റിംഗ് വിത്ത് മഹാത്മാഗാന്ധി, ചാർലി ചാപ്ലിൻ മഹാത്മാഗാന്ധിയെ കണ്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ടിന് ആ ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് എഴുതുന്ന ഒരു ലെറ്റർ ഉണ്ട്. ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. വൺ വേർഡ് മീൻസ് പാഠഭാഗം നല്ലതുപോലെ വായിക്കുക. ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഒരു ചാപ്റ്ററാണ് ഡ്രീം റിയലൈസ്. അപ്പോൾ അതിൽ റൈറ്റിംഗ് സെക്ഷൻസ് ഇപ്പം മെൻഷൻ ചെയ്തിട്ടുള്ള 2 റൈറ്റിംഗ് സെക്ഷൻ നല്ലതുപോലെ പഠിക്കുക, എല്ലാം വായിക്കണം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ടെക്സ്റ്റ് ബുക്ക് നല്ലതുപോലെ വായിക്കുക. ദെൻ അടിച്ചു പൊളിച്ച് അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ റിവിഷൻ കംപ്ലീറ്റ് ആക്കാം. ഓക്കെ, താങ്ക് യു.